പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ നല്ല നല്ല സാക്ഷ്യങ്ങൾ കേട്ട് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് ആരാധനയിലേക്ക് പ്രവേശിച്ചിരിക്കുക. അപ്പം നിങ്ങളെ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എപ്പോഴും ഞങ്ങൾ ഡേറ്റ് പറയും. സാക്ഷ്യം പറയുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. 25 കൊല്ലമായ നടുവേദന മാറി എന്നൊക്കെയല്ലേ പറയണത്. 25 കൊല്ലമായ 40 കൊല്ലമായ മദ്യപാനം മാറി, 39 വർഷം 45 വർഷങ്ങളായി വിവാഹ തടസ്സം മാറി. അപ്പം ഇങ്ങനെ പഴകിയ കുറേ കാര്യങ്ങൾ പറയും. കൃപാസന സാക്ഷ്യം നിങ്ങൾ ഒരു 10 സാക്ഷ്യം കേട്ടാൽ അതിലൊരു 4 എണ്ണമെങ്കിലും ഇതുപോലെ വർഷം പറയുന്ന സാക്ഷ്യങ്ങളാണ്. വർഷം പറയും, അതിൻ്റെ പഴക്കമായ കാര്യങ്ങൾ പറയും. 45 വർഷമായി വിറ്റുമാറാതിരുന്ന സ്ഥലം വിറ്റുമാറി, വഴി കിട്ടാതെ 32 വർഷമായി വഴി കിട്ടാതിരുന്നത് വഴി കിട്ടി. ഇങ്ങനെ വർഷങ്ങൾ പഴക്കമുള്ള കുറേ പ്രശ്നങ്ങളെ മനഃപൂർവ്വം പറയിപ്പിക്കണമല്ല, അവർ കൊണ്ടുവരുന്ന സാക്ഷ്യങ്ങൾ ഞങ്ങൾ ഉടമ്പടി എലമെൻ്റ് എന്ന് പറയും. അതിനെ ഈ ഡേറ്റും കാര്യങ്ങളൊക്കെ പറയണതല്ല ഉടമ്പടി എലമെൻ്റാണ്. ദൈവവും സാക്ഷ്യം പറയിപ്പിച്ചത് ഡേറ്റും ടൈം വെച്ചാണ് പറഞ്ഞത്. അമ്മ ചോദിച്ച ചോദ്യത്തിന് ഡേറ്റും ടൈമും ഉള്ള ഒരു സാക്ഷ്യമാണ് ദൈവം പറഞ്ഞത്, ഇല്ലേ? വളരെ പഴക്കമുള്ള ഒരു പ്രശ്നം എങ്ങനെ പരിഹരിച്ചു എന്നാണ് ദൈവം സാക്ഷ്യമാണ് പറഞ്ഞത്. സാക്ഷ്യം കാണിച്ചു കൊടുത്തു അമ്മ ചോദിച്ച ചോദ്യത്തിന്. എന്താണ് അമ്മ ചോദിച്ചത്? ഇതെങ്ങനെ സംഭവിക്കും? ഒന്ന്. രണ്ടാമത്തെ എന്താണ്? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ 2 ചോദ്യങ്ങളാണ്. എല്ലാവിധ പ്രശ്നങ്ങളും 2 ചോദ്യങ്ങൾ കൊണ്ട് ചുരുക്കാൻ പറ്റും. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. എന്നുവെച്ചാൽ പുരുഷനെ അറിയുക എന്ന് വെച്ചാൽ സ്വാഭാവികമായ യൗക്തികമായ ഒരു കാര്യമാണ്, യുക്തിപരമായ ഒരു കാര്യമാണ്. ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ സ്ത്രീയും പുരുഷൻ പരസ്പരം അറിയണമെന്നുള്ളത് സ്വാഭാവികമായൊരു കാര്യമാണ്, യുക്തിപരമായ റീസണബിൾ തിങ്ങാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഇറ്റ് ഈസ് അൺറീസൺ, യുക്തിപരമായിട്ട് നിലനിൽക്കുന്നതല്ലല്ലോ എന്നാണ് അമ്മ പറയണത്, അല്ലേ? ആ വാക്കോടെ സത്യമാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പം സംഭവിക്കാനുള്ള സാധ്യതയില്ല, കാരണം ഇറ്റ് ഈസ് അൺറീസണബിൾ. റീസൺ ഉപയോഗിച്ച് യുക്തിപരമായിട്ട് നടക്കണ കാര്യമല്ല എന്നാണ് പറയണത്. അപ്പോൾ ഒരു വിഷയത്തിൻ്റെ സ്വാഭാവികമായ തടസ്സമാണ് അമ്മ പറയണത്. അതാണ് ലൂക്കായുടെ സുവിശേഷം 1:34. നമ്മുടെ എല്ലാ വിഷയങ്ങളും എടുത്ത ഈ പ്രശ്നം ഉണ്ടാവും, അമ്മ ഉന്നയിച്ച ഈ പ്രശ്നം ഉണ്ടാവും, സംഭവിക്കാൻ സാധ്യതയില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഇപ്പോൾ നവംബർ മാസ സാക്ഷ്യങ്ങളിൽ ആണ് 49 വയസ്സായിട്ടുള്ള. ഇപ്പം ഇന്നലെ ഒരു ചേച്ചി എന്നെ കാണാൻ വന്നു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, എന്താ വെച്ചാൽ കല്യാണമൊന്നും കഴിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കൃപാസനത്തിൽ ഒരു സാക്ഷ്യം കേട്ടു, 49 വയസ്സുകാരത്തേക്ക് കല്യാണം കിട്ടിയെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിത പങ്കാളി തിരക്കി ഇറങ്ങിയിരിക്കണമെന്ന്. അല്ല, അവർക്ക് കൊണ്ട് 47 വയസ്സുണ്ട് അവർക്ക്. അവർ ആ ഫയല് മടക്കി വെച്ചിരിക്കുന്നു. എനിക്ക് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഞാൻ കർത്താവിനോട് കുറേ പറയുകയും ചെയ്തു, അവർക്ക് ഒരു ജീവിത പങ്കാളിയെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അല്ല പിന്നെ എന്ത് ചെയ്യാനാ? അത് അവർ ഇനി നടക്കത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ നവംബർ മാസത്തിൽ കൃപാസനത്തിൽ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞു, 49 വയസ്സുള്ള എനിക്ക് കല്യാണം ഉടമ്പടി എടുത്തപ്പോൾ കല്യാണം നടന്നു വന്നു. അത് കേട്ടോടുകൂടി ആ ഉണങ്ങിയ കമ്പ് ഉടനെ അവർ അത് തളർക്കാൻ തുടങ്ങി. കാര്യം ഉണങ്ങിയ കമ്പ് തളർക്കണത് വാഗ്ദാന പേടകത്തിൻ്റെ ഒരു നേച്ചറാണ്.
അറ്റുപോയ പ്രതീക്ഷകൾക്കെല്ലാം ഒരു പുതിയ ഉണർവ് വരണത് വാഗ്ദാന പേടകത്തിലുള്ളതാണത്. കാര്യം വാഗ്ദാന പേടകത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്? മന്ന, അപ്പം, പിന്നെ കർത്താവിൻ്റെ വചനങ്ങൾ, അഹറോൻ്റെ പൂത്തവടി. അഹറോൻ്റെ പൂത്തവടി വാഗ്ദാന പേടകത്തിൻ്റെ വാഗ്ദാനങ്ങളിലൊന്നാണ്. ഉണക്ക കമ്പ് കൊണ്ടേ വെച്ചതാണ്. അത് മോസസിൻ്റെ വൈഫാണ് പ്രോബ്ലം ഉണ്ടാക്കിയത്. അഹറോനെ പോലെ എനിക്കും പ്രവചിക്കാൻ കഴിവുണ്ടെന്ന് പറഞ്ഞപ്പോഴേ അതിൻ്റെ കൂടെ കൂടാനും ആളുണ്ടായി. അങ്ങനെ ഒരു ഗ്രൂപ്പിസം കുടുംബത്തിലുണ്ടായപ്പോഴേ മോസസിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് അഹറോനെയും തള്ളാൻ പറ്റത്തില്ല, എൻ്റെ ജീവിത പങ്കാളിയും തള്ളാൻ പറ്റത്തില്ല, നീ തന്നെ ഒരു സമാധാനം ഉണ്ടാക്കാൻ പറയും. അപ്പം തള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോൾ ആരാണ് സമാധാനം ഉണ്ടാക്കേണ്ടത്? രണ്ട് കൂട്ടക്കാരെയും നമുക്ക് തള്ളാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ആരാണ് ആ സമാധാനം ഉണ്ടാക്കേണ്ടത്? ദൈവം തന്നെയാണ്. അപ്പോൾ ദൈവം ഒരു ജ്ഞാനം കൊടുത്തു. എന്ന് പറഞ്ഞ് നീ എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ഇതുപോലെ നീ കൊണ്ടുവന്ന് വെട്ടിയ വടി വെട്ടി വാങ്ങി കൊണ്ടുവന്ന് കൂടാരത്തിൽ വെക്കുക. രാവിലെ ആരുടെ വടിയാണ് തളിർക്കണത് അവനാണ് ദൈവത്താൽ മുദ്ര വെച്ച ആൾ. ഇപ്പോൾ രാവിലെ നോക്കിയപ്പോൾ അഹ്റോൻ്റെ ഉണക്ക വടി ബദാം കായ്ച്ച് കിടക്കണ, അതാണ് സംഭവം. അപ്പോൾ ദൈവതീരുമാനം ഉണ്ടായി. ദൈവതീരുമാനം ഉണ്ടാകണമെങ്കിൽ കൂടാരത്തിൽ കൊണ്ടുവന്ന് ജീവിതം വെച്ച് പുറത്ത് പ്രാർത്ഥിച്ച് കാത്തു നിൽക്കണം. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ അവർ കവനന്റ് പ്രയർ. അതാണ് സംഭവിക്കുന്നത്. ദൈവതീരുമാനം ഉണ്ടാകണമെങ്കിൽ കൂടാരത്തിൽ കൊണ്ടുവന്നതിൻ്റെ ജീവിതത്തിന് ഉണക്കവടി വെച്ചുകൊണ്ട് പുറത്ത് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതാണ് നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. കൈയിട്ടിച്ച് കർത്താവ് ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ കർത്താവായ ദൈവമേ. എൻ്റെ സഹോദരങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവത്തോട് കുറച്ചുകൂടി സ്വന്തം പോലെ ഒരു ആത്മബന്ധമാകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്കങ്ങനെ തോന്നണം. എന്താ കാര്യം എന്നറിയാമോ? ദൈവം എല്ലാം വളരെ ശ്രദ്ധയുണ്ട് ദൈവത്തിന്. നിങ്ങൾ ഉടമ്പടി ചെയ്തതിനെക്കുറിച്ച് ദൈവത്തിന് വളരെ ശ്രദ്ധയുണ്ട്. നിങ്ങൾക്കും ആ ശ്രദ്ധയുണ്ടെങ്കിൽ ഈ ആത്മബന്ധം കൂടാൻ സാധ്യതയുണ്ട്. എല്ലാത്തിനും വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ ദൈവം മറുപടി പറയും. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടേ, അതായത് അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട എന്ന ഡിസംബർ 7 2:30. അപ്പോഴേ എനിക്കല്ലേ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അപ്പം ഞാൻ തന്നെ വന്ന് തിരുനാൾ ഇവിടെ നടത്തണത് ശരിയാണോ? സഭാപരമായിട്ട് തെറ്റുണ്ട് അതിൻ്റെ അകത്ത്, ശരിയല്ല. അതുകൊണ്ട് ഞാൻ ഡിസംബർ 7-ാം തീയതി കൃപാസനത്തിൽ കയറിയില്ല. പക്ഷേ ഇവിടെ കൃപാസനത്തിൻ്റെ സ്റ്റാഫിന് അത് അനുസ്മരിക്കാനുള്ള ഒരു ഔചിത്യമുണ്ട്. അവരതനുസരിച്ച് കൊണ്ട് ഒരു കുർബാനയൊക്കെ വെച്ച് അമ്മയ്ക്ക് നന്ദി പറഞ്ഞു. കാര്യം ഈ ഉടമ്പടി വഴി ഇങ്ങനെ രാത്രിയും പകലും ജനങ്ങളെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോഴെൻ്റെ മനസ്സിൽ തോന്നി, ഞാനും ആ 2:30 ഇവിടുന്ന് പോയി തേക്കാട്ടുശ്ശേരിയിൽ നിന്നും പോയി വേറൊരു പള്ളിയിൽ പോയി സ്വസ്ഥമായിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ എന്നാൽ അന്ന് വെളുപ്പിനെ എഴുന്നേറ്റപ്പോഴേ 2 ജപമാല ചെയ്തിട്ട് ഞാൻ അമ്മയെ ഈ ഇങ്ങനെയുള്ള അനുസ്മരണത്തെക്കുറിച്ച് അമ്മയുടെ ഒരു അഭിപ്രായം എന്താണ് എന്ന് നമ്മൾ ദൈവത്തോട് ചോദിക്കണം. അങ്ങനെ ജപമാല ചൊല്ലി ഞാൻ വചനം ഓപ്പൺ ചെയ്തപ്പോഴേ എനിക്ക് കിട്ടിയ വചനം ഏതാണെന്നറിയോ? 16 നിയമാവർത്തനം 16:13. എന്നാ ധാന്യവും വീഞ്ഞും ശേഖരിച്ച് കഴിയുമ്പോൾ 7 ദിവസത്തേക്ക് കൂടാര തിരുനാൾ ആചരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് ഞാനും ആസ്വദിച്ച് സ്റ്റക്കായിപ്പോയി. കാര്യം 7-ാം തീയതിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. ആ 7 വെച്ച് ഞാൻ ചോദിച്ച കാര്യം എന്താ? തിരുനാൾ ആചരിക്കുന്നതിനെക്കുറിച്ച് അമ്മയുടെ അഭിപ്രായമാണ് ചോദിക്കുന്നത്. അതിന് പിതാവായ ദൈവമാണ് പരിശുദ്ധാത്മാ വഴി മറുപടി പറയേണ്ടത്. ആ മറുപടി എന്താ? ധാന്യവും വീഞ്ഞും ശേഖരിച്ച് കഴിയുമ്പോൾ 7 ദിവസത്തേക്ക് കൂടാര തിരുനാൾ ആചരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കൃപാസനം എന്താ? കൂടാരമാണ് ശരിക്കും. നമ്മൾ ഈ വിളക്കൊക്കെ വെച്ചിരിക്കുന്നത് കൂടാരത്തിൻ്റെ വലതുവശത്താണ് വിളക്ക് വെക്കേണ്ടതെന്ന് ബൈബിളിലുണ്ട്. അതാണ് വലതുവശത്ത് വിളക്ക് വെച്ചിരിക്കുന്നത്, ഉടമ്പടി വിളക്ക്. ഇപ്പോൾ വരുന്നൊരു വിഷയമെന്ന് പറയണത് കൂടാരത്തിലാണ് നമ്മുടെ ഉണക്ക വടി നമ്മൾ
ഉടമ്പടി ചെയ്യുന്നതിലൂടെ ജീവിതത്തിൻ്റെ ഉണക്കവടികളെല്ലാം കൊണ്ടുവന്ന് വെക്കണേ എവിടെയാണ്? ഈ ഉടമ്പടി ചെയ്തുകൊണ്ട് കൂടാരത്തിൽ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പുറത്ത് ഉപവാസം, അതുപോലെ തന്നെ ദാനധർമ്മം, പ്രേക്ഷിത പ്രവർത്തനമായിട്ട് നമ്മൾ ദൈവികമായ കാര്യങ്ങളിൽ നമ്മളതിനകത്ത് നിമഗ്നരാകും. അത് കഴിയുമ്പോൾ നമ്മുടെ വരേണ്ട വടികളെല്ലാം ദൈവം, ജീവിതമാകുന്ന വടികളെല്ലാം ദൈവം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ബദാം കായ്ക്കണ പോലെ കായ്ക്കും. അതാണ് സാക്ഷ്യങ്ങളെന്ന് പറയണത്. ശ്രുതികട ഹല്ലേലൂയ. IELTS പാസ്സാനായാലും ശരി, സ്ഥലം വിറ്റ് മാറാത്തതായാലും മക്കളില്ലാത്തതായാലും. നവംബർ മാസം ഭയങ്കര ബ്ലെസ്ഡ് ആയിരുന്നു. എന്താണെന്നറിയാവോ? ഞാൻ 3 കുഞ്ഞുങ്ങളെ ഒരുമിച്ച് കണ്ട് എടുത്ത് തുടങ്ങിക്കാൻ ഈ ചോറൂട്ടാൻ വന്നപ്പോഴേ, അപ്പോൾ 3 കുഞ്ഞുങ്ങളെയും ചോറിട്ടണ സമയത്ത് അപ്പനും അമ്മയും പറഞ്ഞു, വെച്ചാൽ 10-15 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഉടമ്പടി ചെയ്തപ്പോൾ അമ്മ ഒരുമിച്ച് 3 കുഞ്ഞുങ്ങളെ തന്നു. പ്രൈസ് ദി ലോർഡ്. ഞാനിങ്ങനെ കണ്ണും തുറച്ച് നോക്കിക്കൊണ്ട് നിന്ന് എന്തൊരു അത്ഭുതമായി കാണുന്നതെന്ന്. അത്രയും വലിയ കാര്യങ്ങളാണ് ഇതെല്ലാം, സാക്ഷ്യങ്ങളാണ്. എന്ന് വെച്ചാൽ എന്താ പ്രശ്നം തരുമോ? നിങ്ങളിപ്പോൾ മക്കളില്ലാത്ത ഒരു അച്ഛനെ കേൾക്കുന്നുണ്ടല്ലേ? ബദാം കായ്ക്കണ പോലെ നിങ്ങൾ കായ്ക്കും. എത്ര ഉണക്ക വടി അക്കൗണ്ടില്ല, അതുപോലെ തന്നെ ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വൈദ്യശാസ്ത്രം പറയട്ടെ, അതല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്. നിങ്ങൾ എന്തിനാണ് വിശ്വസിക്കേണ്ടത്? ശാസ്ത്രത്തെ അല്ല വിശ്വസിക്കേണ്ടത്. ആരെ വിശ്വസിക്കേണ്ടത്? ദൈവത്തെ. ശാസ്ത്രത്തെ വിശ്വസിക്കേണ്ടെന്നല്ല എൻ്റെ അർത്ഥം. അതിനേക്കാൾ ഉപരി നമ്മൾ വിശ്വസിക്കുന്ന ആരെയാണ്? ദൈവത്തെ. കാര്യം എന്താണ്? ഈ കല്ലിൽ നിന്ന് അബ്രാഹത്തെ സന്തതി ജനിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞ വചനമുണ്ട്. 3:9 മത്തായി 3:9. ഈ കല്ലിൽ നിന്ന് ഒന്ന് പറഞ്ഞേ, ഈ കല്ലിൽ നിന്ന് അബ്രാഹത്തിന്റെ സന്തതികളെ ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. കർത്താവേ, സന്താനരഹിതരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പലവട്ട അബോർഷനായി പോയിട്ടുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗർഭാശയത്തിലെ രോഗദുരിതങ്ങളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ചില മുതിർന്ന എൻ്റെ ഉപദേശകരല്ലേ സഭയിലുള്ളവർ പറഞ്ഞു, ഇത്രയും സാക്ഷ്യം പറയിപ്പിക്കണോ, ഇത്രയും സാക്ഷ്യം കൊണ്ട് പത്രം നിറക്കണോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. എന്താ കാര്യം? ഉടമ്പടി നിലനിൽക്കുന്നത് എവിടെയാ? സാക്ഷ്യങ്ങളിലാണ് നിലനിൽക്കുന്നത്. സാക്ഷ്യം നമ്മളല്ലല്ലോ പറയിപ്പിക്കാൻ തുടങ്ങിയത്. ആദ്യം സാക്ഷ്യം കാണിക്കാൻ തുടങ്ങിയ ആരാ? ദൈവമാണ് ആദ്യം സാക്ഷ്യം കാണിക്കാൻ തുടങ്ങിയത്. അമ്മ ചോദിച്ചൊരു ചോദ്യത്തിന് സാക്ഷ്യമാണ് പറഞ്ഞത്. അമ്മ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. സംഭവിക്കാൻ സാധ്യതയില്ല, കാരണം ഇത് റീസണബിൾ അല്ല എന്ന് പറയും. അപ്പോൾ അൺറീസണബിൾ ആയിട്ടുള്ള വേറൊരു കാര്യം ദൈവം പറയും. ഇത് റീസണബിൾ അല്ലെന്ന് അമ്മ പറയും. യുക്തിപരമായിട്ട് നിലനിൽക്കണമല്ല എന്ന് പറയും. കാര്യം എന്താണ്? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയും. ഇത് യുക്തിപരമായി നിലനിൽക്കണതല്ല എന്ന് പറയുമ്പോൾ ദൈവം പറയും, ഇനി യുക്തിപരമായി നിലനിൽക്കാത്ത വേറെ ഒരു സാക്ഷ്യം നിന്നോട് ഞാൻ പറയാം. ഏതാണത്? അതാണ് സംഭവം. നിന്റെ ചാർച്ചക്കാരി എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്നറിയപ്പെട്ടിരുന്ന അവൾക്കിത് അവ 2 റീസണബിളില്ലാത്ത കാര്യമാണ് പറയണത്. നിന്റെ ചാർച്ചക്കാരെ എലിസബത്ത് ആ മറുപടി കേട്ടില്ലേ? മാതാവ് ചോദിച്ച ചോദ്യത്തിന് വന്ന മറുപടി തന്നെ വരവ് കണ്ടില്ലേ? ലുക്കാ 1:38-9 എന്താ പറയണത്? ഇതാ നിന്റെ ചാർച്ചക്കാരി എലിസബത്ത് വാർദ്ധക്യത്തിൽ, ഒന്ന് പറഞ്ഞ, ഇതാ നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യെന്ന് അറിയപ്പെട്ടിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. പ്രൈസ് ദി ലോർഡ്. ആ ചോദ്യവും മാതാവ് പറയണ വിഷയത്തിന് ദൈവം സാക്ഷ്യമാണ് പറയണത്. ഇപ്പോഴുള്ള ലൈവായിട്ടുള്ളൊരു സാക്ഷ്യം പറയണം. എന്താണ് ഇപ്പം സംഭവിച്ച കാര്യം? എലിസബത്തിനെയാണ് പറയണത്. സാക്ഷ്യമാണത്. എലിസബത്ത് സംഭവിച്ച മഹാ അത്ഭുതത്തെയാണ്
ദൈവം മാതാവിൻ്റെ ചോദ്യത്തിന് മറുപടി പറയണത്. എൻ്റെ ദൈവവേദന നിങ്ങളുടെ എല്ലാത്തിൻ്റെയും ചോദ്യത്തിന് മറുപടി എന്താണ്? സാക്ഷ്യമാണ്. ഈ അൾത്താറെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷ്യങ്ങൾ, ഈ അൾത്താറെ കേട്ടോണ്ടിരിക്കുന്ന സാക്ഷ്യങ്ങളാണ്. കൈയിട്ടിച്ച് കിടത്താണ്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, കൃപാസനത്തിൽ വന്ന് ഇന്നേ വരെ സാക്ഷ്യം പങ്കുവെച്ചു പോയിട്ടുള്ള മക്കള്, അവരുടെ ദൈവം കൊടുത്ത അനുഭവങ്ങൾ പങ്കുവെച്ചവരെ, ഇന്ന് സാക്ഷ്യം പങ്കുവെച്ചവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത് വ്യത്യസ്ത മുഖങ്ങളിൽ കണ്ട് പ്രാർത്ഥിക്കുന്നവര് അവരുടെ വിശ്വാസത്തെ സാക്ഷീകരിക്കുന്നതിന് അപ്പോൾ ഉടമ്പടിയുടെ ഓരോ ദിവസം ചെല്ലും തോറും നിങ്ങൾ എന്നാ വർദ്ധിപ്പിക്കണം? നിങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിക്കണം. പിന്നെ ഇത് വർദ്ധിപ്പിക്കണം, പ്രത്യാശ വർദ്ധിപ്പിക്കണം. പിന്നെ എന്ത് വർദ്ധിപ്പിക്കണം? ദൈവസ്നേഹം വർദ്ധിപ്പിക്കണം. ഓരോ ദിവസം ചെല്ലും തോറും നിങ്ങൾ ദൈവത്തോട് നേരിട്ട് പറയണം. ഇപ്പോൾ ഒരു പത്രം, പ്രേക്ഷിത പത്രം കൊടുക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? കർത്താവേ, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ഒരു രോഗിയെ പരിചരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ പറയേണ്ടത് എന്താണ്? കർത്താവേ, എൻ്റെ ദൈവസ്നേഹത്തെ വർദ്ധിപ്പിക്കണമേ. കാര്യം നിങ്ങൾ രോഗിയെ പരിചരിക്കണില്ല എന്നല്ല അച്ഛൻ പറയുന്നത്, പക്ഷേ സ്നേഹത്തോടെ പരിചരിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. പറഞ്ഞ മനസ്സിലായി. ഉടമ്പടി പ്രകാരം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ ചിലപ്പോൾ നമുക്ക് നല്ല കാലത്ത് നമുക്ക് ഇപ്പോൾ പല ഈ കുഞ്ഞുങ്ങളെയും കൗൺസിൽ, ചില ചേച്ചിമാരെയൊക്കെ കൗൺസിൽ ചെയ്യുമ്പോഴും അവർ പറയും, അച്ഛാ ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് കുറേ കട്ട് തന്നിട്ടുണ്ടെന്ന് പറയും. എന്താ കാര്യം? അതാണ് എൻ്റെ ഈ മകന് കളവും പറഞ്ഞുകൊണ്ട് നടക്കണമെന്ന് പറയാം. അവരെങ്ങാണ്ട് ആന്തരിക സൗഖ്യത്തിൽ കേട്ടതാണ്. ഞാൻ ഇതുമായിട്ടൊരു ബന്ധവുമില്ല. പക്ഷേ എന്നാലും കട്ട് തിന്നാൻ കാര്യം എന്താ? നിൻ്റെ അമ്മായിയമ്മ നിനക്ക് സമയത്ത് ഭക്ഷണം തരാത്തതാണ് കാര്യം. ആവശ്യത്തിന് ഭക്ഷണം തന്നില്ല, സമയത്തും തന്നില്ല. അപ്പം നിൻ്റെ ഉള്ളിൽ അതിൻ്റെ സങ്കടങ്ങളൊക്കെ കിടക്കണ്ടേ? നിരസവും അരിശവും ഒക്കെ കിടപ്പുണ്ട്. ഇപ്പം അവർ വീണ് കിടക്കുമ്പോൾ അവിടെ മക്കളൊക്കെ ദൂരെ കൽസ്ഥലത്ത് കെട്ടിച്ചിരിക്കുകയാണ്, നീ മാത്രമേ കൂടെ ഉള്ളൂ. അപ്പോൾ പറയും, ഇവരെന്നെ കുറേ പാടുപെടുത്തിയിട്ടുള്ളതാണ്. എൻ്റെ രണ്ടാമത്തെ കൊച്ചിനെയും ഒന്നാമത്തെ കൊച്ചിനെയൊക്കെ ഗർഭിണിയായ സമയത്ത് എന്നെ തീറ്റിച്ച പണ്ടാര കിളവിയാണിത്. ഇതൊക്കെ ഞാനൊരു പണി കൊടുക്കും, ദൈവം എൻ്റെ കൈ കൊണ്ടൊന്ന് ഏൽപ്പിച്ച് തന്നിരിക്കുകയാണ്. അല്ല, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ അതാണ്. അപ്പോൾ അവരങ്ങനെ ചെയ്തവരാണ്, സമ്മതിച്ചു. പക്ഷേ ഇപ്പോഴാരാണ് അവർ നിനക്ക്? കർത്താവാണ്. നിൻ്റെ അമ്മയമ്മല്ല, നിൻ്റെ മരുമകളല്ല. എന്താ പറയണത്? ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. പ്രൈസ് ദി ലോർഡ്. അതെപ്പോഴും ഓർത്തേക്കണം. നിങ്ങളെ രോഗികളൊക്കെ സന്ദർശിക്കണില്ലെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ ദാനധർമ്മം ചെയ്തിട്ടില്ലെന്നാ, വസ്ത്രം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ കൊടുക്കുന്നവരെ ആരായിട്ട് കരുതണം? കർത്താവായിട്ട് കരുതണം. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. അല്ല, അയൽവാസിയായിട്ട് കരുതരുത്, കർത്താവായിട്ട് കരുതണം. പ്രാർത്ഥിച്ച്, കർത്താവേ, കർത്താവേ, ഉടമ്പടി പ്രകാരം ദൈവസ്നേഹത്തോടെ പ്രേക്ഷിത പ്രവർത്തനങ്ങള് ചെയ്യുമ്പോൾ അതിന്റെ ഗുണഭോക്താവിനെ ദൈവസ്നേഹത്താൽ ഈശോയായി കരുതുവാൻ എന്നിൽ ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങള്, കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഉള്ള ശുശ്രൂഷകള്, മാതാപിതാക്കളുടെ ഞങ്ങളുടെ കടപ്പാടുകള് ദൈവസ്നേഹത്തോടെ നിറവേറ്റാൻ കർത്താവേ, ജീവിതത്തിലുണ്ടായ സഹനങ്ങളെ സഹജമായി നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എന്ത് ചെയ്താലും 3 പുണ്യങ്ങളിലാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും, എല്ലാ പരസ്നേഹ പ്രവർത്തനങ്ങളും, സുവിശേഷ പ്രവർത്തനങ്ങളും, ഉപവിപ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യണത് സാങ്കേതികമായിട്ടല്ല. അച്ഛൻ എങ്ങനെ പറഞ്ഞു, ഉടമ്പടിയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സാങ്കേതികമാകും. സാങ്കേതികമായിട്ടല്ല ചെയ്യേണ്ടത്, ദൈവസ്നേഹത്തോടെയാണ് ചെയ്യേണ്ടത്. കാര്യം ദൈവസ്നേഹം വർദ്ധിക്കുമ്പോഴാണ് ബദാം പൂക്കണത്. ഉണക്കവടി ബദാമായി പൂക്കണത് എപ്പോഴാണ്? ദൈവസ്നേഹം വർദ്ധിക്കുമ്പോഴാണ്. കല്ലുകളിൽ നിന്ന് എപ്പോഴാണ് സന്തതികളെ ജനിക്കുന്നത്? എപ്പോഴാണ്? ദൈവസ്നേഹം വർദ്ധിക്കുമ്പോഴാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ജീവിത ദുരിതങ്ങളും സങ്കടങ്ങളും എല്ലാം കൃപാസനത്തിന്റെ കൂടാരത്തില് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
ഉണക്കവിടെ തലത്ത് ബദാമായി കായ്ച്ചതുപോലെ ഞങ്ങളുടെ ജീവിത നിയോഗങ്ങളുടെ മേൽ തത്സമയ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഒഴിച്ചുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഒഴിച്ചുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഒഴിച്ചുണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പം മറിയത്തിൻ്റെ ഈ സാക്ഷ്യം കേട്ടപ്പോൾ ഇപ്പം ലൂക്ക 1:36 ഇതാ നിന്റെ ചാർച്ചക്കാരിയ എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്ന വന്ധ്യ എന്നറിയപ്പെട്ടിരുന്ന അവൾക്കിത് 6-ാം മാസമാണ്. ഇത് ലൂക്ക 1:36. ഈ ലൂക്ക 1:36 വചനം കേൾക്കുമ്പോൾ വാട്ട് വാസ് ദ റെസ്പോൺസ് ഓഫ് മേരി? എന്തായിരുന്നു അമ്മയുടെ ഒരു പ്രതികരണം? അമ്മ എന്താ പറഞ്ഞത്? ഇനി ഒന്നും പറയണ്ടപ്പാ എന്ന് പറഞ്ഞ്. ഇനി ഒന്നും പറയണ്ടപ്പാ, ഇതാ കർത്താവിൻ്റെ ദാസി. പ്രൈസ് ദി ലോർഡ്. സാക്ഷ്യം സംഭവിക്കണമെങ്കിൽ ആരാകണമെന്നാണ് പറയണത്? ദാസിയാണ്. പ്രൈസ് ദി ലോർഡ്. വചനം ഭയങ്കര രസമാണ്. ഓരോ ദിവസവും ഓരോ കായ്ക്കലും പൂക്കലും ഒക്കെ നടക്കണത്. എന്താ സംഭവിക്കണത്? സാക്ഷ്യം നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം. എന്ത് ചെയ്യണം? നീ ആദ്യം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയണം. അപ്പം നീ ദൈവത്തിൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ ആരായിട്ടാണ് നീ ചെയ്യണത്? കർത്താവിൻ്റെ ദാസിയായിട്ട്. നീ രോഗികളെ സുഖപ്പെടുത്തുമ്പോൾ, പരിചരിക്കുമ്പോൾ, നഗ്നനെ ഉടുപ്പിക്കുമ്പോൾ നീ ആരായിട്ടാണത് ചെയ്യണത്? കർത്താവിൻ്റെ ദാസി. ദാസൻ കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഞങ്ങളുടെ കാരുണ്യ പ്രവർത്തികളെ, പുണ്യപ്രവർത്തികൾ ദൈവത്തിന് സാക്ഷിയായി ദൈവസ്നേഹത്തോടെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ ചെയ്യാൻ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പം 2 കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വചനം മാംസമാകാൻ വേണ്ടത്. ഒന്നെന്താണ്? കർത്താവിൻ്റെ ദാസനാകണം. രണ്ടാമത്തത് എന്താണ്? നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന വചനത്തിൽ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, വചനത്തിൽ വിശ്വസിക്കണം. രണ്ടാമത് എന്ത് ചെയ്യണം? കർത്താവിൻ്റെ ദാസനോ ദാസിയായി മാറണം. അതെങ്ങനെയാണ് വരണത്? അത് കർത്താവിൻ്റെ ദാസനും ദാസ്യമാകണത് എപ്പോഴും വരുന്നത് സമർപ്പണത്തിലൂടെയാണ്. പറഞ്ഞ മനസ്സിലായോ? ഇപ്പോൾ നിനക്ക് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു വിഷയം, എന്നിട്ട് നീ ക്ഷമിക്കുമ്പോൾ നീ ആരായി മാറും? ദാസനുമായി മാറും. അപ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കണം, എന്തെങ്കിലും ഇഷ്യൂ വന്നു പോയി നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണെങ്കിൽ ദൈവം ഉദ്ദേശിക്കണത് നിന്നെ കർത്താവിൻ്റെ ദാസനുമാക്കിക്കൊണ്ട് വചനത്തെ മാംസമാക്കി നിൻ്റെ ജീവിതത്തിനെ അനുഗ്രഹിക്കാൻ പോകുന്നതിൻ്റെ അടയാളമാണ്. കൈയടിച്ച് അമ്മ എന്നാ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി. ലൂക്ക 1:38. അമ്മ എന്നാ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി. പിന്നെ എന്നാ പറഞ്ഞത്? അങ്ങനെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ. 2 കാര്യങ്ങളും സമർപ്പണമാണ് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? സമർപ്പണമാണ്. ദൈവത്തിന് സമർപ്പിക്കുക. ഉടമ്പടിയിൽ നമ്മൾ 6 കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ? അതെന്താ ചെയ്തിരിക്കുന്നത്? പരിശുദ്ധ അമ്മ വഴി ദൈവത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. സമർപ്പിക്കുമ്പോൾ നിനക്ക് എന്താണ് ഉണ്ടാകേണ്ടത്? എങ്ങനെയാണ് സമർപ്പിക്കണത്? ഇപ്പം ഈ സമർപ്പിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ആളാരാ? ഈശോയാണ് ഏറ്റവും വലിയ മാതൃക. സമർപ്പണത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക. നമ്മളെ ഈശോൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ വിസ്മയത്തിൻ്റെ മുമ്പിൽ നിൽക്കണ പോലെ തോന്നും. ഓരോ ദിവസവും ഓരോ വിഷയമാണ്. കാര്യം ഈശോ എന്നാ പറഞ്ഞത്? അവസാനം പറഞ്ഞത് എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞല്ലേ? 19:30. യോഹന്നാൻ 19:30. എല്ലാം പൂർത്തിയായി. അതിൻ്റെ കൂടെയാണ് പറഞ്ഞത് ഐ കമണ്ട് മൈ സ്പിരിറ്റ്. എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. സത്യം പറഞ്ഞാൽ എല്ലാം പൂർത്തിയായിരുന്നോ? ഒന്നും പൂർത്തിയായില്ല.
കർത്താവ് എപ്പോഴും പൂർത്തിയായെന്നാണ് പറയണത്. അതെന്താ അങ്ങനെ പറയണത്? എപ്പോഴും കർത്താവ് ഒന്നും പൂർത്തിയാകാത്തപ്പോഴും കർത്താവ് പറയും എല്ലാം പൂർത്തിയായെന്ന് പറയും. കാര്യം ഈ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 4 പിതാവേ ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി പറഞ്ഞ് അങ്ങനെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി. അല്ലേ? എന്നെ ഏൽപ്പിച്ച ജോലി അപ്പോസ്തലന്മാരെ ട്രെയിൻ ചെയ്യണതാണ് ജോലി, പ്രധാനപ്പെട്ട ജോലി അതായിരുന്നു. കാരണം സഭ നിലനിൽക്കുന്ന ആരല്ല? നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ എന്തെന്നാ പറയണത്? അപ്പോസ്റ്റലിക് ഫെയ്ത്ത് എന്നാ പറയണത്. അല്ല കർത്താവിൻ്റെ വിശ്വാസം എന്നല്ല പറയണത്. സഭ നിലനിൽക്കുന്ന ആരുടെ വിശ്വാസത്തിലാണ്? അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിലാണ്. അവരുടെ വിശ്വാസത്തെ പരിശീലിപ്പിക്കുന്നതായിരുന്നു കർത്താവിൻ്റെ പ്രധാനപ്പെട്ട ജോലി. അത് കർത്താവിന് നോക്കി നിൽക്കുമ്പോൾ തന്നെ പത്രോസ് അതിൻ്റെ അകത്ത് പരാജയപ്പെട്ട ആളാണ്. പത്രോസിനെ വിശ്വാസത്തെ പരിശീലിപ്പിക്കുന്നത് പോലും പൂർത്തിയായിട്ടില്ലായിരുന്നു. ശരിയാണോ? പത്രോസിനെ പോലും വിശ്വാസത്തെ പരിശീലിപ്പിക്കുന്നത് പൂർത്തിയായിട്ടില്ലായിരുന്നു. പിന്നെ എന്താ കർത്താവ് അങ്ങനെ പറഞ്ഞത്? എല്ലാം പൂർത്തിയായെന്ന് പറഞ്ഞത്. കുരിശിലും പറഞ്ഞല്ലോ എല്ലാം പൂർത്തിയായെന്ന്. നമ്മൾ ഗെത്സമനിയിൽ 17:4 പറഞ്ഞ വചനങ്ങൾ കുരിശിൽ 19:30 പറഞ്ഞു. എന്താണ്? ഇറ്റ് ഈസ് അക്കംപ്ലിഷ്ഡ്, എല്ലാം പൂർത്തിയായെന്ന്. ഒന്നും പൂർത്തിയാകാത്തപ്പോൾ എല്ലാം പൂർത്തിയായെന്ന് പറയണമെങ്കിൽ എന്ത് വേണം? പൂർത്തിയാക്കുന്നതിനുള്ള വിശ്വാസം, പൂർത്തിയാക്കുന്നതിനുള്ള പ്രത്യാശ, പൂർത്തിയാക്കുന്നതിനുള്ള ദൈവസ്നേഹം. പിതാവിലുള്ള ദൈവസ്നേഹമാണ് ഈശോയ്ക്ക് അത് പ്രാർത്ഥിക്കാനും സമർപ്പിക്കാനും സാധിച്ചത്. കൈയിടിച്ച് കർത്താവിനെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ദൈവസ്നേഹം, ദൈവവിശ്വാസം, ദൈവശരണം എന്ന പുണ്യങ്ങളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ വിശ്വാസത്തിൽ വർദ്ധിപ്പിക്കണമേ. കർത്താവേ, ആത്മാവിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, പ്രത്യാശയിൽ ജീവിക്കാൻ കൃപ വർഷിക്കണമേ. ഈശോ ഫയൽ അപ്പനെ ഏൽപ്പിക്കുകയാണ്. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. പക്ഷേ എനിക്കറിയാം അപ്പനിത് പൂർത്തിയാക്കുമെന്ന്. അത്രയും ദൈവസ്നേഹം ഈശോയ്ക്കുണ്ട്. ഇതിനകത്ത് കുറേ ഫയൽ പൂർത്തിയാക്കാനുണ്ട്. പക്ഷേ ഞാനത് പ്രഖ്യാപിക്കുകയാണ്. എന്താണ്? എൻ്റെ അപ്പനെ ഞാനത് ഏൽപ്പിച്ചിട്ടുണ്ട്, അപ്പനത് പൂർത്തിയാക്കും. അപ്പനിലുള്ള വിശ്വാസം, ഈ ദൈവവിശ്വാസം എവിടെയാണ് ആവശ്യം വരണത്? ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹത്തോടെയുള്ള അപ്പനിലുള്ള പ്രത്യാശയും സമർപ്പണവുമാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങളെ വിശ്വാസത്താൽ ദൈവസ്നേഹത്താൽ അഭിവൃദ്ധിപ്പെടുത്തണമേ. കർത്താവേ, കൃപ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമായി നിറയണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ എൻ്റെ മക്കൾ ഓർക്കണം, ഇതിനകത്ത് സാങ്കേതികമായിട്ടൊന്നുമില്ല. വ്യക്തിയോടുള്ള ഊഷ്മളമായ വൈകാരികമായ ബന്ധമാണ് വിശ്വാസമായാലും പ്രത്യാശയായാലും സ്നേഹമായാലും സമർപ്പണമായാലും. സമർപ്പണം ഇതെല്ലാം കൂടിയ സംഭവമാണ്. എല്ലാ അപ്പനെ മുൻനിർത്തിക്കൊണ്ടുള്ള കർത്താവിൻ്റെ സ്നേഹത്തോടെയുള്ള പ്രഖ്യാപനമാണെല്ലാം. പത്രോസിനെ കണ്ടപ്പോൾ എന്നാ പറഞ്ഞത്? ശമയോൻ ബാർച്ചോന യുവർ റോക്ക്, നീ പാറയാണെന്ന് പറഞ്ഞല്ലേ? പാറയല്ല, അങ്ങേര് പഞ്ഞു പോലുള്ള മനുഷ്യനായിരുന്നു, പറഞ്ഞു പാറയാക്കിയതാ. ദാറ്റ്സ് ദ ഫെയ്ത്ത് ഓഫ് ജീസസ്. അതിങ്ങനെ പഞ്ഞു പോലുള്ള ഒരു മനുഷ്യനായിരുന്നു. കാറ്റ് വന്നപ്പോൾ ബ്ലും വന്ന് പറഞ്ഞ് വെള്ളത്തിൽ പോയില്ലേ? അയാൾ എന്നാ പാറയാണ്? കാറ്റ് വന്നപ്പോൾ ആൾ താഴെ പോയില്ലേ? അപ്പോൾ അത് പാറയല്ല, അത് പഞ്ഞു പോലത്തുള്ള മനുഷ്യർ. കാറ്റ് കണ്ടാൽ പേടിക്കുന്ന ആളാണ്, വിശ്വാസം പോകും. പക്ഷേ ഈശോ എന്നാ പറഞ്ഞത്? യു ആർ റോക്ക് ആൻഡ് ലെറ്റ് ദേർ ബി ലൈറ്റ് ആൻഡ് ദേർ വാസ് ലൈറ്റ്. ബൈബിൾ അങ്ങനെയല്ലേ പറയണത്? ബൈബിളിൻ്റെ വിശ്വാസം അതല്ലേ? പിതാവായ ദൈവം എന്താ പറഞ്ഞത്? ഇരുട്ട് കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? ലെറ്റ് ദേർ ബി ലൈറ്റ്. 31:3 ആൻഡ് ദേർ വാസ് ലൈറ്റ്. അവൻ പറഞ്ഞു വെളിച്ചമുണ്ടാവട്ടെ, വെളിച്ചമുണ്ടായി. ഇരുട്ടിന് നോക്കിക്കൊണ്ടാണ് പറയണത്, ഇരുട്ടിന് നോക്കിക്കൊണ്ടാണ് പറയണത് വെളിച്ചമുണ്ടാവട്ടെ എന്ന്. ദൈവം ഇച്ഛിച്ചത്, മനസ്സിൽ ഇച്ഛിച്ചത് ദൈവസ്നേഹത്തോടെ ആക്കി തീർക്കുകയാണ്. ഒരു വചനം ആയിത്തീരണം എപ്പോഴാണ്? ആ വചനത്തിന് ആവശ്യമായ സ്നേഹം കിട്ടുമ്പോൾ,
ആ വചനത്തിന് ആവശ്യമായ പ്രത്യാശ കിട്ടുമ്പോൾ, ആ വചനത്തിന് ആവശ്യമായ വിശ്വാസം കിട്ടുമ്പോൾ വചനം മാംസമാകും. കൈ അടിച്ച് കർത്താണ്. ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഞങ്ങൾ കർത്താവേ വചനത്തിന് സാക്ഷിയാകാൻ കൃപ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ വചനമനുസരിച്ച് വിശ്വസിച്ച് ജീവിക്കാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എലിസബത്ത് അമ്മയെ കണ്ടപ്പോൾ പറയണത് എന്താ പറയണത്? മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കാൻ ആവശ്യമായ ദൈവസ്നേഹം നിന്നുള്ളത് കൊണ്ട്, മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കാൻ ആവശ്യമായ പ്രത്യാശ നിന്നുള്ളത് കൊണ്ട്, മേരി, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കാൻ ആവശ്യമായ സമർപ്പണം നിന്റെ മുകളിലുള്ളത് കൊണ്ട് ആണ് നീ കർത്താവിൻ്റെ അമ്മയായി മാറിയതെന്ന്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കണ ചോദ്യത്തിന് വിശ്വാസം കൊണ്ടാണ്, പ്രത്യാശ കൊണ്ടാണ്, ദൈവസ്നേഹം കൊണ്ടാണ് സംഭവിച്ചതെന്ന് പരിശുദ്ധാത്മാവ് എലിസബത്തിലൂടെ അമ്മയോട് പറയുകയായിരുന്നു. കൈയിട്ടിച്ച് കിടന്നാണ്. ഉണക്കപൊടിയായി ബദാം കായ്ക്കും, വചനം മാംസമാകും. ഇതെല്ലാം ഒരു പ്രോസസ്സാണ്, സിംഗിൾ പ്രോസസ്സാണ് ഇതെല്ലാം. ഉടമ്പടിയിലൂടെ സംഭവിക്കുന്ന സാക്ഷ്യങ്ങളാണ്. അതുകൊണ്ട് എപ്പോഴും സാക്ഷ്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. സാക്ഷ്യം കേൾക്കുമ്പോൾ എന്നാ സംഭവിക്കും? അല്ല, അതുമാത്രമല്ല, സാക്ഷ്യം കേൾക്കുമ്പോൾ എന്നാ സംഭവിക്കും? പാപം മാറും, ഭാരം മാറും. അതല്ലേ പൗലോസ് പറയണത്, നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു മഹാസമൂഹമുള്ളത് കൊണ്ട് നമ്മുടെ പാപങ്ങളും ഭാരങ്ങളും നമുക്ക് നീക്കിക്കളയാം. കൈ ഇടിച്ച് കർത്താവ്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഉടമ്പടി പ്രാർത്ഥന ഞങ്ങളെ പുതിയ സൃഷ്ടിയായി, പുതിയ വ്യക്തിത്വം നൽകുന്നതിന് നന്ദി പറയുന്ന കർത്താവേ, പുതുജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്നതിന്, വിശുദ്ധീകരിക്കുന്ന നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഹെബ്രായർ 12:1 ഒന്ന് പറഞ്ഞ്, നമുക്ക് ചുറ്റും സാക്ഷികളുടെ ഒരു സമൂഹമുള്ളതിനാൽ നമ്മുടെ പാപങ്ങളും ഭാരങ്ങളും നമുക്ക് നീക്കിക്കളയാം. അപ്പൊ ചില പറയും വേദസാക്ഷികളെ കുറിച്ചും രക്തസാക്ഷികളെ കുറിച്ചുമാണ് അത് പറയണതെന്ന്. നിങ്ങൾക്കറിയാമല്ലോ, സാക്ഷികൾ ആരാണ്? ദൈവാനുഭവം ഉള്ളവരെല്ലാം സാക്ഷികളാണ് എന്നാണ് വിശുദ്ധ യോഹന്നാൻ പറയണത്. 1 യോഹന്നാൻ 1 എന്താ പറയണത്? ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേട്ടത്, കൈകൊണ്ട് സ്പർശിച്ച് സൂക്ഷിച്ച് മനസ്സിലാക്കി ജീവൻ്റെ വചനത്തെക്കുറിച്ച് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. അപ്പോൾ ആരാണ് സാക്ഷികൾ? കണ്ണുകൊണ്ട് കണ്ടവർ സാക്ഷികളാണ് കർത്താവിനെ, അല്ലേ? ശരീരത്തെ അനുഭവിച്ചവർ സാക്ഷികളാണ്, അല്ലേ? എല്ലാം വേദത്തിൻ്റെ വചനത്തിൻ്റെ സാക്ഷികളാണ്. അനുഭവങ്ങളുള്ളവരെല്ലാം സാക്ഷികളാണ്. അനുഭവങ്ങളുള്ളവരാണ്. നമ്മൾ അവിടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം എന്താണ് ദൈവം പറയണത്. എൻ്റെ മകളെ, നിൻ്റെ അനുഭവവും വിദൂരത്തല്ല, അടുത്താണ്. നീ ഇതുപോലെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയുടെ സാക്ഷിയാകും. അതുകൊണ്ട് നിൻ്റെ ഭാരം മാറ്റിക്കളയാം. അതുകൊണ്ട് നീ വിശുദ്ധീകരിക്കുക, നിന്റെ പാപം മാറ്റിക്കളയാം. കൈ ഇടിച്ച് കർത്താവ്. ഉടമ്പടിയിൽ ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങള് ഞങ്ങളുടെ ജീവിത ഭാരങ്ങളാണ്, ഞങ്ങളുടെ ജീവിത വിഷമതകളാണ്. കർത്താവേ, അതുല്യ ദൈവാനുഭവത്താൽ ഈ നിയോഗങ്ങളുടെ മേൽ അനുഗ്രഹം വർഷിക്കണമേ. സന്തോഷത്തോടെ നമുക്ക് കയ്യൊപ്പ് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. കൃപാസനത്തിലെ 2019 ഏറ്റവും വലിയ ദൈവാനുഗ്രഹങ്ങളിൽ ഒന്നാണ് കൈവെപ്പ് പ്രാർത്ഥന, അല്ലേ? കുറേ ആൾക്കാർ ഇപ്പോഴും ഇതിനകം സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞു. കൈ എവിടെ വെക്കുന്നു? കർത്താവ് നാമത്തിൽ വെക്കുമ്പോൾ അമ്മയുടെ മധ്യസ്ഥത്തിൽ കർത്താവ് നിന്നെ സുഖപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ശരീരത്തിലെ അച്ഛൻ പറയുന്ന വിവിധ ഭാഗങ്ങളിൽ നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കേണ്ടത്, ശ്വാസകോശ രോഗികളെല്ലാം നെഞ്ചിൽ കൈവെക്കണം. നീ ദൈവസ്നേഹത്തോടെ കൈവെക്കണം, ദൈവപ്രത്യാശയോടെ കൈവെക്കണം, വിശ്വാസത്തോടെ കൈവെക്കണം. ശ്വാസകോശ രോഗികളെന്ന് പറയുമ്പോൾ ശ്വാസ തടസ്സമുള്ളവരെ,
കരൾ എൻലാർജ് ചെയ്യുന്നവർ, കരൾ വരെ ഫാറ്റി ലിവർ എന്ന് പറയത്തില്ല, ഫാറ്റി ലിവർ. പാൻക്രിയാസ് രോഗികൾ കുറേ സുഖപ്പെടുത്തുന്നുണ്ട്. അത് കരളിൻ്റെ താഴെ, ഇടത് നെഞ്ചിൻ്റെ താഴെ, അല്ലെങ്കിൽ നെഞ്ചിൻ്റെ നെഞ്ചും പൊട്ടിൻ്റെ താഴെ കൈവെക്കണം. പിന്നെ ഹൃദയരോഗികൾ, വാൽവ് ചുരുങ്ങിയവർ, ശ്വാസതടസ്സമുള്ളവർ, വാൽവ് ദ്രവിച്ച് പോയവർ, വാൽവിലൂടെ ബ്ലോക്ക് വന്നിട്ടുള്ളവരെല്ലാം കൈവെക്കുക. നിങ്ങൾ കൈവെക്കണമെന്ന് പറയുമ്പോൾ പഴയ കൃപാസനമല്ല ഇത്. ആയിരക്കണക്കിന് മക്കൾ ഓൾറെഡി സൗഖ്യപ്പെട്ട് സാക്ഷ്യം പറഞ്ഞ സ്ഥലമാണ്. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിന്നുകൊണ്ടാണ്, ഈശോയുടെ ആരാധന മധ്യയാണ് അമ്മ അന്ന് പ്രത്യക്ഷപ്പെട്ടത്. അത് കാനായിലെ കുടുംബത്തിൻ്റെ കൗതാശിക രൂപങ്ങളായിരുന്നു. ഈശോയുടെ സാന്നിധ്യത്തിൽ അമ്മയുടെ സാന്നിധ്യം വരണത്, അത് കാനായിലെ കുടുംബത്തിലാണ് ഒരുമിച്ച് വന്നത്. അതാണ് കൃപാസനത്തിൽ സംഭവിച്ചത്. അതിൽ നിന്നാണ് ഉടമ്പടി പ്രാർത്ഥന ഉണ്ടാവുന്നത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. Lord Jesus, pour out your spirit. Hallelujah. I command you. Hallelujah. In the name of Jesus Christ. Hallelujah. 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 കർത്താവിന്റെ ശക്തിയുണ്ട്. ആമേൻ. രോഗങ്ങള്, മാരക രോഗങ്ങള്, സ്ഥിരവ്യാധികള്, രോഗങ്ങള്, കരരോഗങ്ങള്, ശ്വാസകോശ രോഗങ്ങള് യേശുനാമത്തില് സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. പലതരത്തിലുള്ള ശിരസംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ടാകും. ചെവി കേൾക്കാൻ പറ്റാത്ത അവസ്ഥകളുള്ളവർ ചെവി തന്നെ കൈവെക്കണം. കണ്ണിന് കാഴ്ചക്കുറവ്, തിമിരം വളരുന്നവർ കണ്ണിന് തന്നെ കൈവെക്കണം. തലയ്ക്ക് ഈടുള്ളവർ, പ്രഷറുള്ളവർ നെറ്റിയിൽ കൈവെക്കണം. മുടി കൊഴിയുന്നവർ നെറ്റിയിൽ കൈവെക്കണം. തൊണ്ടയിൽ ടോൺസൈറ്റ്, തൈറോയിഡ് ഉള്ളവർ തൊണ്ടയിൽ കൈവെക്കണം. സ്പണ്ടിലോസ് ഉള്ളവരും തൊണ്ടയിൽ കൈവെക്കണം. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവേ, ഈശോ 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 സ്പർശിക്കണമേ കർത്താവേ, സ്പർശിക്കണമേ കർത്താവേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ അടയാളത്തില് കർത്താവ് സ്പർശമായ ഇടങ്ങളിൽ നിന്ന്, യേശുനാമത്തിൽ കൈവച്ചിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിൽ നിന്ന് യേശുനാമത്തില് രോഗങ്ങള് സൗഖ്യമാകട്ടെ. ചുമ്മാ അച്ഛൻ പറയുമ്പോൾ ഇങ്ങനെ കാട്ടിക്കൂട്ടി ചെയ്യണവരുണ്ട്. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ കരഞ്ഞു വിളിച്ച്, കർത്താവേ എൻ്റെ കുഞ്ഞുങ്ങൾ നോക്കേണ്ടതാ, എന്നെ സുഖപ്പെടുത്ത്, എന്നെ ഇനിയും മരുന്നിനും ഒക്കെ പറഞ്ഞു വിടല്ലേ, എനിക്ക് വയ്യാണ്ടായെന്നുള്ളത് കണ്ണീരോടെ അമ്മ വഴി ഈശോനോട്, ആരാധനയോട് പറഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുക. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെ അങ്ങ് കൈവിടല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുടെ കരൾ രോഗങ്ങള്, ശ്വാസകോശ രോഗങ്ങള്, ഈശോ മാരക രോഗങ്ങൾ, തീരാവ്യാധികള് കർത്താവ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന in the name of Jesus Christ be healed. വയറിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. വയറിൽ കൈവച്ച്, അടിവയറിലും മേൽവയറിലും കൈവെക്കണം. ആമാശയ രോഗികളെ, കുടൽ ചുരുങ്ങാണവർ, കുടൽ കുരുക്കളുള്ളവർ, വെറുതെ വയറിങ്ങനെ എപ്പോഴും വീർത്ത് വീർത്ത് വരുന്ന രോഗങ്ങളുണ്ട്. കുടലും ആമാശയം ലൂസായി പോകുന്ന രോഗങ്ങളുണ്ട്. പിടിച്ചു കെട്ടുന്ന രോഗങ്ങളുണ്ട്. എല്ലാം മോശമാണ്. ഭയങ്കര മലബന്ധവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി വേദനിക്കുന്നവരുണ്ട്. അവരെല്ലാം ഈ അടിവയറ്റിൽ കൈവെക്കേണ്ടതാണ്. മക്കളില്ലാത്തവരും അടിവയറ്റിൽ കൈവെക്കേണ്ടതാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള അൾസർ രോഗങ്ങൾ, അരിസസ് രോഗികൾ, പിസ്റ്റുല രോഗികൾ, PCOD രോഗികൾ, ഫിഷർ രോഗികൾ, കിഡ്നി രോഗികൾ കൈകൾ വെച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, 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 അങ്ങ് ഈ കൈകള് നിന്റെ കൈകളായി വിശ്വാസത്താൽ മാറ്റണമേ. വിശ്വാസത്താൽ ഈ കൈകളെ നിന്റെ കൈകളായി മാറ്റണമേ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് സൗഖ്യം പ്രാപിക്കട്ടെ. കാരുണ്യത്തിന്
മക്കളെ, അസ്ഥി രോഗികൾ, അതായത് അസ്ഥികളിൽ ചിലപ്പോൾ ഞരമ്പ് കുരുങ്ങുന്ന രോഗം ഉണ്ടാവും. അപ്പം മരവിപ്പൊക്കെ ഉണ്ടാവും, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നീർവീഴ്ച വന്നുകൊണ്ടിരിക്കും. അതുപോലെ നീർവീഴ്ചയുള്ള രോഗങ്ങൾ, അതുപോലെ തന്നെ നടുവേദനക്കാർ, കശേരികൾ ദ്രവിച്ചവർ, അകന്നു പോയവർ, പല കാര്യം. നടുവേദന ഒരു ഭയങ്കര സീരിയസ് രോഗമായിട്ടാണ് അച്ഛൻ കാണുന്നത്. കാര്യം അത് കുടുംബജീവിതത്തെ വരെ വല്ലാണ്ട് പ്രതികൂലമായി ബാധിച്ചിട്ട് ജീവിതത്തിൻ്റെ എല്ലാ സൗഷ്ഠവങ്ങളും എടുത്ത് കളയുന്നുണ്ട്. അപ്പം നടുവിൽ വേദനയുള്ളവരെ നടുവിൽ കൈപ്പൊത്തേണ്ടതാണ്. എന്നിട്ട് പറയണം, എൻ്റെ കൈകളെ ഇപ്പോഴേക്ക് ഞാൻ വിശ്വസിച്ച് കർത്താവിൻ്റെ കൈകളായി മാറ്റുന്നു. കൈകളെ അസ്ഥിവേദനയുള്ള ഇടങ്ങളിലെല്ലാം കൈകൾ വെച്ച് പ്രാർത്ഥിക്കട്ടെ. അസ്ഥിക്കുഴകൾ, അസ്ഥിസന്ധികൾ, അസ്ഥിദ്രവിപ്പ്, അസ്ഥി ഉരുക്കം, എല്ലാ സ്രാവരോഗങ്ങൾ, പീരീഡ്സ് വന്ന തീരാത്ത അവസ്ഥകൾ, എല്ലാ സ്രാവരോഗങ്ങളും, എല്ലാവിധ സ്രാവരോഗങ്ങളും കർത്താവേ നിൻ്റെ തിരുമുറിവാർന്ന കർത്താവേ, നിൻ്റെ തിരുമുറിവാർന്ന കർത്താവേ, നിൻ്റെ തിരുമുറിവാർന്ന വലതു കരത്താൽ അസ്ഥി ഒരുക്കങ്ങളെ, അസ്ഥി രോഗികളെ കർത്താവേ, എല്ലാ സ്രാവരോഗങ്ങളും, എല്ലാ സ്രാവരോഗങ്ങളും യേശുനാമത്തിൽ സൗഖ്യമാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ, തെറ്റായ പ്രണയബന്ധങ്ങളിൽ കുരുങ്ങിയതിൻ്റെ പേരിൽ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്ന കുറേ മക്കളുണ്ട്. അവരെ ഓർക്കാൻ ഈശോ പറയുകയാണ്, നിങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ ഈ നിമിഷം ഒരു വിടുതൽ പ്രാപിക്കാൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. The precious blood. മനോരോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മനോരോഗങ്ങൾ, മദ്യപാനം ഉൾപ്പെടെയുള്ളത് മനോരോഗത്തിൻ്റെ പെടുത്തിയാണ് പ്രാർത്ഥിക്കുന്നത്. കാര്യം രണ്ടും ഫലത്തിലൊന്നാണ്. ശരിക്കും മദ്യം കഴിച്ച് വെളിവ് പോയി കുടുംബത്തിൽ എപ്പോഴും കലഹവും പ്രശ്നവും ഉണ്ടാക്കുന്നതും മാനസിക രോഗമാണെന്ന് പറയണതും ഫലത്തിൽ, അനുഭവത്തിൽ ഏതാണ്ട് ഒരുപോലെയാണ്. അതനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ഇരകളുണ്ടല്ലോ. മദ്യപാനത്തിൻ്റെ ഇരകളെന്ന് പറയുന്നത് ആരാണ്? മദ്യം കഴിക്കുന്നവരല്ല, കഴിച്ചിട്ട് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ പ്രശ്നം അനുഭവിക്കുന്നവരാണ് മദ്യത്തിൻ്റെ ഇരകളെന്ന് പറയണത്. അതും മനോരോഗവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അനുഭവിക്കുന്നവർക്കറിയാം ശരിയാണ് അച്ഛൻ പറയണതെന്ന്. അപ്പോൾ ആ മേഖലയെല്ലാം വിശുദ്ധമായ രക്തം തളിക്കപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, വിശുദ്ധ രക്തത്തെ തളിക്കണമേ. മാരക രോഗങ്ങള്, മനോരോഗങ്ങള്, മദ്യപാനാസക്തികള് യേശുനാമത്തില് നിർവീര്യമാകട്ടെ. സൗഖ്യപ്പെടുന്ന നന്ദി പറയുന്നു. ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് സൗഖ്യപ്പെടുത്തുന്ന കർത്താവ് നന്ദി പറയാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് വിവാഹം ഒത്തുവരാത്തവര്, ജോലിയില്ലാത്തവര്, സാമ്പത്തികമായ കടങ്ങളാൽ വിഷമിക്കുന്നവര്, വീടില്ലാത്തവര്, സ്ഥലമില്ലാത്തവര്, ജീവദുരിതങ്ങളിൽ വേദനിക്കുന്നവർക്ക് വിടുതലിന് വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നു. ഭവനത്തിന്റെ പണി ആരംഭിച്ചിട്ട് പൂർത്തീകരിക്കാൻ കഴിയാത്തവർ, ലോണിന് അപേക്ഷിച്ചിട്ടുള്ളവരെ സമർപ്പിക്കുന്നു. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം നിറയണമേ. തറ കെട്ടിയിട്ട് പൊക്കം കെട്ടാൻ കഴിയാതെ വിഷമിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷകള്, വിവിധ ഇനം പരീക്ഷകൾ. ഇപ്പോൾ 7-ാം തീയതി OIT പരീക്ഷ ഉണ്ടായിരുന്നു. അത് എഴുതിയ ആൾക്കാർ അവരെപ്പോഴും നമ്മൾ ആരാധനയിൽ ഓർക്കുന്നു, പ്രത്യേകിച്ച് ഉടമ്പടി എടുത്തവരെ. അതുപോലെ തന്നെ ഓരോ പരീക്ഷകൾ എഴുതിയിട്ട് റിവാലുവേഷൻ കൊടുത്തവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, കയ്യിൽ നിന്ന് വിട്ടുപോയിട്ട് വേദന അനുഭവിച്ചിട്ട് എന്നാൽ ജയിക്കാതെ ഇനി തരമില്ലാതെ എല്ലാം വിഷമിക്കുന്നവരുണ്ട്, വീർപ്പം മുട്ടുന്നവരുണ്ട്. അവരെയും നമ്മൾ ആരാധനയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല,
അങ്ങയുടെ കൃപ കൊണ്ട് ഏതെല്ലാം മേഖലകളിലെ ഞങ്ങൾക്ക് കഴിവ് നഷ്ടപ്പെട്ടോ, ഞങ്ങളെ കൊണ്ട് സാധിക്കാതെ വന്നോ, ഞങ്ങളെ കൊണ്ട് ആവതില്ലാതെ വന്നോ, ആ മേഖലകളിലെല്ലാം അമ്മയുടെ മധ്യസ്ഥതയിലെ ഉടമ്പടിയുടെ ശക്തിയാൽ ദൈവ തീരുമാനവും ദൈവ വിടുതലും സംഭവിക്കട്ടെ. മത്സര പരീക്ഷകള്, യോഗ്യതാ പരീക്ഷകള്, എൻട്രൻസ് കോഴ്സ് പരീക്ഷകള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളെ, കേസുകള്, തർക്കപ്പുരയിടങ്ങള്, ഭാഗോടമ്പടി നടക്കാത്തവര്, നമ്മുടെ ഭാഗം കിട്ടാത്തവര്, കൈമാറിപ്പോയ പണം ചതിക്കപ്പെട്ടവര്, ഇങ്ങനെ പണം കുടുങ്ങിപ്പോയവര്, രേഖകൾ ലഭിക്കാത്തവര്, സർട്ടിഫിക്കറ്റുകൾ വിത്ത് ഹെൽഡായി പോയി കുഴുങ്ങിപ്പോയവർ, അങ്ങനെയുള്ള സാങ്കേതിക വിഷയങ്ങളുടെ മേലെല്ലാം വിടുതലിന് വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നഷ്ടപ്പെട്ടവരുണ്ട് കർത്താവേ, കർത്താവേ ഇത് കാണിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സാന്നിധ്യം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജോലിക്ക് വേണ്ടി അപേക്ഷകൾ വർത്തിട്ട് പാസ്പോർട്ട് കുരുങ്ങിപ്പോയിട്ടുള്ളതുകൊണ്ട് കർത്താവേ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം നിറയ്ക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൊഴിച്ചുകൊണ്ടായിരിക്കും. സ്വസ്തിക പ്രാർത്ഥനയാണ്. അതായത് നമ്മൾ ഉള്ളങ്കാല് മുതൽ ഉച്ചവരെ ഉള്ള രോഗങ്ങളെ, ഇതുവരെ പേരെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കാതെ വിട്ടുപോയ രോഗങ്ങളെ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിക്കാനാണ് കൈ ഇങ്ങനെ പിടിക്കേണ്ടത്. ഹോൾ ബോഡി നമ്മൾ കർത്താവിനെ സമർപ്പിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് ഉള്ളങ്കാലം മുതൽ ഉച്ചവരെയുള്ള രോഗങ്ങൾ, ശാരീരികമായ മുഴകൾ, എല്ലാ തരത്തിലുള്ള ത്വക്ക് രോഗങ്ങൾ, വിസർപ്പ രോഗങ്ങൾ, അലർജി രോഗങ്ങൾ, വാതരോഗങ്ങൾ കർത്താവെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ മുഴകള്, സിസ്റ്റുകള്, ഉളുക്കുകള് യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ സൗഖ്യമാകട്ടെ. നേർച്ച വസ്തുക്കൾ എടുക്കുക. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, ഉടമ്പടി 90 ദിവസം മാത്രമുള്ള വാഗ്ദാന പേടക പ്രാർത്ഥനയാണ്. 90 ദിവസം കഴിയുമ്പോൾ നിങ്ങളത് പുതുക്കണം. പിന്നെ തുടരണമെന്ന് നിർബന്ധമില്ല. അറിയാമല്ലോ നിങ്ങൾക്ക്, ജീവിതകാലം മുഴുവൻ കൃപാസനത്തിൽ വരേണ്ട കാര്യമില്ല. കാര്യം ഓൾറെഡി വൺസ് ആൻഡ് ഫോർ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ വിഷയം സമർപ്പിച്ച് കഴിഞ്ഞു. പിന്നെ എൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ നിശ്ചയിക്കുന്ന പ്രയോറിറ്റി അല്ല, മുൻഗണനാക്രമങ്ങൾ ആരാണ്? കർത്താവ് നിശ്ചയിക്കുന്നതാണ്. അതതിൻ്റെ കറക്റ്റായിട്ട് നടക്കണമുണ്ടല്ല ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ സാക്ഷ്യം പറയണത്. അപ്പോൾ ദൈവത്തെ വിശ്വാസത്തിലെടുത്ത്, ഈശോ പിതാവിനെ വിശ്വാസത്തിലെടുത്തിട്ട് എല്ലാം പൂർത്തിയായെന്ന് അഡ്വാൻസ് പറയത്തില്ലേ, അതുപോലെ പറയണം. അഡ്വാൻസായിട്ട് പറയണം ഈശോ, അക്കംപ്ലിഷ്ഡ് എന്ന് പറയും. അങ്ങനെ മുൻകൂട്ടി പറയണത് എന്താ? അത്രയും വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലുമാണ് ഈശോ അത് പറയണത്. ഈശോയുടെ കുരിശുമരണം ദൈവസ്നേഹത്തിൻ്റെയൊക്കെ ഒരു ഭയങ്കര ഉത്സവത്തിലാണ് അവസാനിക്കുന്നത്. നമുക്ക് കണ്ടൊക്കെ നമ്മൾ വായിച്ചാലും ധ്യാനിച്ചാലും നമ്മുടെ കണ്ണറിയാണ്ട് നിറഞ്ഞു പോകും. അത്രയ്ക്ക് സുന്ദരമാണ് അവസാന മുഹൂർത്തങ്ങൾ പ്രത്യേകിച്ച്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്നേഹത്തോടെ ഈശോയ്ക്ക് അത് സമർപ്പിക്കണം. പിന്നെ സ്വാഭാവികമായി ചില ആൾക്കാർക്ക് ഉടമ്പടി അങ്ങ് വല്ലാണ്ട് ആ ജീവിതം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉടമ്പടി ജീവിതമാണല്ല, ഉടമ്പടി ഒരു ജീവിത രീതിയാണല്ലോ. അപ്പോൾ അത് അവർ ശരിക്കും പുതുക്കി പോകുന്നുണ്ട്. 1ഉം 2ഉം പുതുക്കണതിന് തടസ്സമില്ല. പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ പാസ് കാണിച്ചാൽ മതി, കാർഡ് കാണിച്ചാൽ മതി. പ്രേക്ഷിത പ്രവർത്തനം നടത്തിയ കർത്താവിനെ അറിയിച്ച കാർഡ് കാണിച്ചാൽ 1ഉം 2ഉം പുതുക്കി കിട്ടും. പക്ഷെ 3ാമത്തെ ഉടമ്പടി പുതുക്കി കിട്ടാൻ സാക്ഷ്യം എഴുതി കൊടുക്കണം. ആ സാക്ഷ്യം ഇവിടെ ഞങ്ങൾക്കത് സ്വീകാര്യമായി തോന്നണം. ഉടമ്പടിയുടെ സാക്ഷ്യം തന്നെയാണ്
പുതുക്കി കിട്ടാൻ പറ്റുന്ന തരികിടയും പറഞ്ഞാലൊന്നും പുതുക്കി കിട്ടത്തില്ല. ഞങ്ങൾക്കും തോന്നണം ഇത് കറക്റ്റ് ഉടമ്പടിയുടെ സാക്ഷ്യം തന്നെയാണെന്ന്. അല്ലാതെ നിങ്ങൾക്ക് പണ്ട് സംഭവിച്ച കാര്യം ഇപ്പോൾ സംഭവിച്ചതായിട്ടൊക്കെ കുറേ ആൾക്കാർ പുതുക്കാൻ വേണ്ടി കുറേ ഉടായ്പ കാണിക്കുന്നുണ്ട്. അതൊന്നും ഇത് കൃപാസന നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങളെല്ലാം ഇങ്ങനെ അരിച്ചും കുടിച്ചുമാണ് നോക്കണത്. അതുകൊണ്ടാണ് ഇഷ്യൂസ് കൗണ്ടറിലുണ്ടാകണത്. നിങ്ങളുടെ പ്രാർത്ഥന കൂടാതെ പ്രേക്ഷിത പ്രവർത്തനം കൂടാതെ പുതുക്കാൻ വേണ്ടി വന്നാൽ അവരുമായിട്ടൊക്കെ സ്റ്റണ്ട് ഉണ്ടാകും. അവരായിട്ട് ഉണ്ടാക്കണതാണ്, ഞങ്ങളുണ്ടാക്കണ അല്ലത്. അവർ ചൊളിവിൽ എങ്ങനെയെങ്കിലും ഈ സംഭവമൊക്കെ ഒപ്പിച്ചെടുക്കാമെന്ന് നോക്കുമ്പോഴാണ് പ്രശ്നം. നിങ്ങൾ ദൈവതിരുസനെ കറക്റ്റാക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇഷ്യൂസ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യണം, 1ഉം 2ഉം പുതുക്കണതിന് പ്രാർത്ഥന കൂടിയ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാർഡ് മതി. 3ാമത് പുതുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ സാക്ഷ്യം എഴുതി കൊടുക്കണം. നല്ല ക്വാളിറ്റിയുള്ള ഗുണനിലവാരമുള്ള സാക്ഷ്യം എഴുതി കൊടുക്കണം. അത് എഴുതി കിട്ടിയാൽ അതിൻ്റെ ഒരു കോപ്പി നിങ്ങളുടെ കൂടെ വെച്ച് തരും. ഒരു കാര്യം എന്തെങ്കിലും ഇത് വീണ്ടും 4ാമത് പുതുക്കാൻ വരുമ്പോൾ 3ാമത് എങ്ങനെ പുതുക്കിയെന്നവർ തിരക്കുകയില്ലേ. അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. 3ാമത് ആദ്യം പുതുക്കാൻ വരുമ്പോൾ 3ാമത് പുതുക്കാൻ വരുമ്പോൾ 2 കോപ്പി വേണം. ഒരു കോപ്പി ഓഫീസിൽ കൊടുക്കാനും സാക്ഷ്യത്തിൻ്റെത്, ഒരു കോപ്പി നിങ്ങളുടെ കയ്യിലിരിക്കണം. അപ്പം അച്ഛൻ്റെ കയ്യിൽ തന്നെ കൊണ്ടുവന്ന് 3ാമത് പുതുക്കിയെ കാണിച്ചാൽ ഞാനിവിടെ നോക്കണത് സാക്ഷ്യം എന്താണ് എഴുതി കൊടുത്തതെന്നാണ് നോക്കണത്, എന്നാ സാക്ഷ്യം എഴുതി കൊടുത്തതെന്ന് നോക്കണത്. അപ്പം അതുകൊണ്ട് എപ്പോഴും സാക്ഷ്യത്തിന് 2 കോപ്പികളാണ് വേണ്ടത്. ഇനി 4ാമത് പുതുക്കുമ്പോൾ സാക്ഷ്യം താഴത്തെ ഓൾട്ടറിൽ പറഞ്ഞിരിക്കണം. കാര്യം ഉടമ്പടി എന്ന് പറഞ്ഞാൽ സാക്ഷ്യത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഉടമ്പടി എടുത്തിട്ട് സാക്ഷ്യം ആയില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ അതൊന്നും ഉടമ്പടി ഉഴപ്പിയെന്ന് അതിൻ്റെ അർത്ഥം. ഒന്നെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനം നടന്ന് കാണത്തില്ല, അല്ലെങ്കിൽ പ്രാർത്ഥന മുടങ്ങിക്കാണും, അല്ലെങ്കിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങിക്കാണും, അല്ലെന്നുണ്ടെങ്കിൽ ഉപവി പ്രവർത്തനങ്ങൾ മുടങ്ങിക്കാണും എന്നാണ് കണക്കാക്കണത്. അപ്പം അതുകൊണ്ട് തീക്ഷ്ണമായിട്ട് നിങ്ങൾ എരിവോടെ പ്രാർത്ഥിച്ച് നിങ്ങൾ സാക്ഷ്യമാക്കാൻ നോക്കണം. അപ്പോൾ അവിടെ തന്നെ എഴുതി കൊടുക്കുന്ന സാക്ഷ്യങ്ങളുണ്ട്. ഇവിടെ വന്ന് എഴുതി കൊടുക്കാം. ബുധനാഴ്ച മുതൽ ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ വരെ വരുന്നവരാണ് താഴത്തെ ഓൾട്ടറിൻ്റെ താഴെ നിന്നുകൊണ്ട് സാക്ഷ്യം പറയണത്. അങ്ങനെ സാക്ഷ്യം പറഞ്ഞാൽ സാക്ഷ്യം പറഞ്ഞൊരു കൂപ്പൺ തരും. അതുകൊണ്ട് കൊടുത്താൽ 4ാമത് പുതുക്കി തരും. സാക്ഷ്യം പറഞ്ഞ കൂപ്പൺ കൊടുത്താൽ 4ാമത് പുതുക്കി തരും. പക്ഷെ സാക്ഷ്യം പറഞ്ഞ ആ കൂപ്പൺ കൊടുത്ത ആൾ ഒപ്പിടണം. അച്ഛൻ്റെ അടുത്ത് ഇത് വരണ കാലത്ത് ഈ 4ാമത് കൂപ്പൺ നിങ്ങൾ കളയരുത്, അവിടെ കൊടുത്തും പോകരുത്. അവരെ കാണിച്ചാൽ മതി. എന്നിട്ട് അവിടെ സൈൻ മേടിക്കണം പുതുക്കണ ആളിൻ്റെ. എന്നിട്ട് നിങ്ങളുടെ കൂടെ തന്നെ അത് സൂക്ഷിക്കണം. കാരണം 4ാമത് അച്ഛൻ്റെ അടുത്ത് ഈ പേപ്പർ വരുമ്പോൾ 4ാമത്തെ പുതുക്കി എന്ത് ഗ്രൗണ്ടിലാണ് പുതുക്കിയത്, ആരാണ് പുതുക്കി കൊടുത്തതെന്നൊക്കെ തിരക്കും. അല്ല വല്ല ഒപ്പിട്ടും കൊടുത്ത് പോകുന്ന അവിടെ കൊടുത്തും പോന്നാൽ ശരിയാകത്തില്ല. എക്സ്പ്ലനേഷൻസ് ഒന്നും അച്ഛന് കേൾക്കേണ്ട കാര്യമില്ല. ഞാൻ ഉടമ്പടി ദൈവം നമുക്ക് തന്നതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം വിശ്വസ്ത പുലർത്തേണ്ട ആരോടാണ്? ഉടമ്പടി തന്ന ആളിനോടാണ്, അല്ല നിങ്ങളോടല്ല. അതെപ്പോഴും ഓർത്തേക്കണം. നിങ്ങളോടല്ല വിശ്വസ്തത. നിങ്ങളുടെയൊക്കെ സ്നേഹവും വന്നിട്ട് ഞാനിവിടെ ഒരു MLA ആയിട്ടൊന്നും മത്സരിക്കാൻ പോണില്ല. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങൾ ദൈവത്തോട് വിശ്വസ്തരാണോ അല്ലേ എന്നതിൻ്റെ പ്രശ്നം. അല്ലെ പിന്നെ നമ്മൾ തമ്മിൽ വേറെ ബന്ധങ്ങൾ വിഷയമില്ല. ക്രിസ്തുവിനെ നിർത്തിക്കൊണ്ടുള്ള ബന്ധങ്ങളേ ഉള്ളൂ. നിങ്ങൾക്കറിയാവില്ല, സാമ്പത്തിക ബന്ധം പോലും നമ്മളില്ലെന്ന് ഇല്ല. നിങ്ങൾക്കറിയാം, എത്രയോ വർഷങ്ങളായി. അപ്പം അതുകൊണ്ട് നിങ്ങൾ കർത്താവുമായിട്ട് എങ്ങനെയാണ്, അതല്ല ഞാൻ പേപ്പർ നോക്കി പരിശോധിക്കുന്നതിൻ്റെ കാരണം അതാണ്. നിങ്ങൾ കർത്താവുമായിട്ട് എങ്ങനെയാണെന്ന് നോക്കും. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ ഈ 5ാമത് പുതുക്കുമ്പോൾ എന്താണ് പറയുന്നത്, നീല പേപ്പറാണ്. നീല പേപ്പർ പുതുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ മെയിൻ ഓൾട്ടറെ സാക്ഷ്യം പറയണം. കാര്യം ഉടമ്പടിയുടെ പ്രാർത്ഥനയുടെ രീതി എന്ന് പറയുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് ഒന്ന്, അതിൻ്റെ സാക്ഷ്യം. എന്ന് വെച്ചാൽ നിൻ്റെ കഴിവല്ല എൻ്റെ കൃപ. രണ്ടാമത്തെ എന്താണ്? ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരും. കർത്താവ് വന്നതിൻ്റെ തെളിവുണ്ടാകണം. ആ സാക്ഷ്യങ്ങളാണ് ഇങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യണത്. പല സാക്ഷ്യങ്ങളും ഇങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഉടമ്പടി കണ്ടൻറ് അതിനകത്തുണ്ടാവും. അല്ല സാധാരണ സ്ഥലങ്ങളിൽ പറയുന്ന സാക്ഷ്യങ്ങൾ ഉടമ്പടിയുടെ അല്ല. അതുപോലെ ഇതുപോലെ ഉടമ്പടിയുടെ മുദ്രകളുള്ള സാക്ഷ്യങ്ങളുണ്ട്. അത് പറയുമ്പോഴാണ് 4 പുതുക്കലും കഴിയുമ്പോഴാണ് നീല പേപ്പർ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിച്ചു നീല പേപ്പർ കിട്ടിയാൽ എന്നാ ഗുണമെന്ന്. നീല പേപ്പർ കിട്ടുമ്പോഴാണ് മെസ്സേജ് കൗൺസിലിലേക്ക് പോണത്. ഓരോ വിഷയവും ആ നീല പേപ്പർ സാക്ഷ്യം പറഞ്ഞ വ്യക്തികൾ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറേ ആൾക്കാരുടെ കയ്യിൽ നീല പേപ്പറുണ്ട്, പക്ഷേ അത് സാക്ഷ്യം പറയാത്ത കാരണം അതിനെല്ലാം 3 പുതുക്കിയതിൻ്റെ വിലയേ ഉള്ളൂ. സാക്ഷ്യം പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഇവർക്ക് എങ്ങനെ പുതുക്കി കിട്ടിയെന്നുള്ളതാണ് പ്രശ്നം. ഒന്നെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വം സാക്ഷ്യം പറയാഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും തരികിട കാണിച്ച് ഒപ്പിച്ചെടുത്ത് പുതുക്കി നീരാക്കി കളഞ്ഞതാണ്
സാക്ഷ്യം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും നീല പേപ്പറിന് വിലയില്ല ശരിക്കും. അപ്പോൾ ഓർത്തേക്കണം. അപ്പം അത് ഇപ്പോൾ നീല പേപ്പർ ആരുടെയും കയ്യിൽ ഉണ്ടെങ്കിൽ തന്നെ അവരെത്രയും വേഗം സാക്ഷ്യം പറയാൻ വേണ്ടി തീഷ്ണമായി ഉപവസിച്ച് ഒരുങ്ങി കർത്താവ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ അടയാളം തന്നിരിക്കും. അപ്പം ഇപ്പോൾ ഉടമ്പടി ഓരോ ദിവസം ചെല്ലും തോറും വളരെ സീരിയസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ വഴിയെ പോകുന്ന ആൾക്കാർക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ദൈവത്തോട് നമ്മൾ ചെയ്യണതാണ് ഉടമ്പടി. അതെപ്പോഴും ഓർത്തേക്കണം. അതിൻ്റെ സെക്ഷൻ അനുസരിച്ചിട്ട് വളരെ ശ്രദ്ധിച്ചാണ് ഞങ്ങൾ നിങ്ങൾക്ക് നോക്കിയേ. ഇതൊക്കെ വേണമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. യുവദാസ് പുണ്യാളൻ്റെ നൊവേനൊക്കെ പോകുന്ന ആൾക്കാർ യുവദാസ് പുണ്യാളൻ്റെ പെട്ടിക്കൊണ്ടുവന്ന് കത്തിയിടുന്ന പോലെ ഈ സംഭവം ചെയ്യാം. പക്ഷേ ഇത് ഉടമ്പടി അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതിന് ഉടമ്പടിക്ക് മാത്രമേ അതിന് 32 സ്റ്റാഫിനെ വെച്ചാണ് ചെയ്യണത്. 32 സ്റ്റാഫ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അവരുടെ പേയ്മെൻ്റ് ഉണ്ട് ശരിക്കും. എല്ലാവർക്കും മാന്യമായ ഒരുവിധം കൊള്ളാവുന്ന അവരുടെ രീതി അനുസരിച്ചുള്ള പേയ്മെൻറ്റ് കൊടുത്താണ്. കാര്യം അത് ശുശ്രൂഷ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ആരുടെയൊക്കെയൊന്നും മോശാരമായിട്ട് ഒരു ശുശ്രൂഷ നമ്മൾ കൈപ്പറ്റണില്ല. പ്രേക്ഷിത പ്രവർത്തനത്തിന് ധർമ്മപ്രവർത്തനം പോലും നമ്മൾ ചെയ്യിക്കണില്ല ആൾക്കാരെ കൊണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ വെരി സീരിയസ്, ഈ വിഷയങ്ങളെല്ലാം സീരിയസ് ആണ്. ആ സീരിയസ് ആയിട്ടാണ് നിങ്ങളും ചെയ്യണത്. അതുകൊണ്ട് എൻ്റെ മക്കൾ ആ വിഷയത്തിൽ കുറച്ചുകൂടി കർക്കശ്യം കാണിക്കണം. കാര്യം ഇതൊരു ജീവിത രീതിയാണ്. ഒരു പക്ഷേ ഒരു കുറച്ച് കാലം കഴിയുമ്പോൾ സഭ ഇതിൻ്റെ അന്തരാർത്ഥം മനസ്സിലായി അമ്മമാതാവ് സമയഘടികാരവും നെഞ്ചുചാർത്തി പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഉടമ്പടി വരണത്. അതൊക്കെ പഠിക്കണ ഒരു കാലത്ത് ഒരു പക്ഷേ ഈ നൂറ്റാണ്ട് സഭയിൽ സംഭവിച്ച ഏറ്റവും വലിയ കാര്യമാണ് ഉടമ്പടി. അത് മനസ്സിലാകും. നമുക്ക് അടുത്തേക്കും അറിയാൻ പറ്റുന്നതാണ് എൻ്റെ ആവിയും പുകയും. ഒരു ജീവിത രീതി തന്നെയല്ലേ ആകിപ്പോണത്. കറക്റ്റ് ക്രിസ്ത്യൻ വിറ്റ്നസ്സിങ് ആണ് നടക്കുന്നത്. അക്രൈസ്തവ സഹോദരങ്ങൾ ഇത് കേട്ട് സങ്കടപ്പെടേണ്ട കാര്യമില്ല. അവർക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും അവരുടെ ജീവിത ആവശ്യങ്ങൾ നടക്കും. അവരിതുപോലെ അവരുടെ വിഷയങ്ങൾ എഴുതി ഓഫീസറിനെ കാണിച്ച് ശുശ്രൂഷകരെ കാണിച്ചിട്ട് അവർക്ക് നേർച്ച വസ്തുക്കളും കിട്ടും. ഉടമ്പടി ചെയ്യുമ്പോൾ വിഷയം മാറും. അതുകൊണ്ടാണ് ഞങ്ങൾ ഉടമ്പടി പൂർണ്ണമായിട്ടും അക്രൈസ്തവർക്ക് സ്റ്റോപ്പ് ചെയ്തത്. പക്ഷേ അവരുടെ കണ്ണുനീര്, കടങ്ങൾ, രോഗങ്ങൾ, കുടുംബത്തിൻ്റെ ഭൗതിക സങ്കടങ്ങൾക്കെല്ലാം എന്തുമാത്രം സഹോദരങ്ങളാണ് ഇവിടെ സാക്ഷ്യം പറയണത്. അത് നടക്കും. അപ്പം അതനുസരിച്ച് അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ ചെയ്യണം. പക്ഷെ അവരാരും കാര്യം ഇതൊരു ശുശ്രൂഷ എന്ന് പറയണത് ഞങ്ങളുടെ ഉദ്ദേശം വേദനിക്കുന്നവൻ ആശ്വസിപ്പിക്കപ്പെടണമെന്നല്ലാതെ വേറെ ഒരു ഉദ്ദേശവുമില്ല എൻ്റെ പിന്നിൽ. അത് 30 കൊല്ലമായ ശുശ്രൂഷയുള്ള സ്ഥാപനമാണിത്. ചിലർ പറഞ്ഞ പോലെ പുതിയതായിട്ടുണ്ടാകേണ്ട ഇതിന് രജിസ്റ്റർ ചെയ്തിരിക്കണത് എന്നാണ് 92-ലാണ് ഗവൺമെൻറ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനമാണിത്. അന്ന് മുതൽ അച്ചിട്ട പ്രവർത്തനം നടത്തുന്ന സാഹചര്യത്തിൽ അതിൻ്റെ അനുബന്ധം വളർന്നു വന്നപ്പോൾ അമ്മ തന്നിട്ടുള്ള പൂർണ്ണതയാണ് ഉടമ്പടിയായിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ കാലങ്ങളിലോളം ദൈവത്തോട് ഉപവസിച്ചും പ്രാർത്ഥിച്ചും നിൽക്കുന്ന 10,000-ങ്ങളാണ് ഇതിൻ്റെ ആസ്തി. ഇതിൻ്റെ ആസ്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ആസ്തി എന്താണ്? 2-3 കോടി ജപമാലയാണ് ഇതിൻ്റെ ആസ്തി. അതായത് 87 മുതൽ മരിയൻ ഇയർ മുതൽ ചൊല്ലിയ ജപമാലയുണ്ട്. അന്നാളല്ല മരിയൻ ഇയർ. സഭയിൽ മരിയൻ മുന്നേറ്റം ഉണ്ടായപ്പോഴാണ് ജോൺ പോൾ മാർപ്പാപ്പ ജീവിച്ചിരുന്ന കാലത്തുള്ള മരിയൻ ഇയറിലൂടെയാണ് മുന്നേറ്റം ഉണ്ടായത്. ആ മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് വന്നിട്ടുള്ള എല്ലാ ധ്യാനകേന്ദ്രങ്ങളും വന്നിരിക്കണതെല്ലാം. അത് തിരിച്ചറിയണില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ ജോൺ പോൾ മാർപ്പാപ്പ 87-ലെ മരിയൻ ഇയർ പ്രഖ്യാപിച്ചപ്പോൾ ദേശവ്യാപകമായി ലോകവ്യാപകമായി മരിയൻ പ്രാർത്ഥനാ മുന്നേറ്റങ്ങളുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് മുരിങ്ങൂർ പോലെയുള്ള ധ്യാനകേന്ദ്രങ്ങൾ ആദ്യം ഉണ്ടായത് 87-ലെ. അതിനുശേഷമാണ് ധ്യാനകേന്ദ്രങ്ങളെല്ലാം ഇത്രയും വളർന്നു വന്നത്. പക്ഷേ പിന്നീട് വന്ന ആൾക്കാർ അമ്മയെ മറന്ന് ആണ് എല്ലാ കാര്യങ്ങളും ചെയ്തതെന്ന് വേണേൽ പറയാം. കൃപാസനം അന്ന് ഇന്ന് ഒരിക്കലും മറന്നിട്ടില്ല. അമ്മയുടെ കൂടെ തന്നെയാണ് ചെയ്തത്. ജപമാല വർഷം കഴിഞ്ഞിട്ട് മരിയൻ ഇയർ കഴിഞ്ഞിട്ട് ജോൺ പോൾ മാർപ്പാപ്പ 2003 ജപമാല വർഷം പ്രഖ്യാപിച്ചപ്പോഴും 365 ദിവസവും ജപമാല മുടങ്ങാൻ നടന്നൊരു ധ്യാനകേന്ദ്രത്തിലാണ് 2004 അമ്മ പ്രത്യക്ഷപ്പെട്ടത്. എൻ്റെ മക്കൾ അറിയണം. അതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ളതാണ് ഉടമ്പടി. അപ്പോൾ അതിൻ്റെ വർഷങ്ങളെല്ലാം ഞങ്ങൾ 1000-10,000 കണ്ടുകൊണ്ട് ജപമാല റാലികൾ നടത്തുമായിരുന്നു. അതിൻ്റെ ആസ്തികളെല്ലാം അവസാനം നോക്കുമ്പോൾ 1,20,000 പേരെ കഴിഞ്ഞ ദിവസത്തെ ജപമാല റാലിയിൽ. ഇതാണ് ഈ ക്യാൻഡിൽ പ്രെയർ, ലൈറ്റ് ക്യാൻഡിൽ പ്രെയറില്ലേ, അതിൽ വരുന്ന അനുഭവങ്ങളെല്ലാം അതിൻ്റെ ആസ്തി വിടരണം എവിടുന്നാണ് വരണത്? ഈ ജപമാല റാലിയിൽ നിന്നാണ്. അതിൻ്റെ അകത്തുള്ള കോടിക്കണക്കിന് ജപമാല
ആണ് നിക്ഷേപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മക്കൾ സന്തോഷത്തോടെ നല്ല സാക്ഷികളാകാൻ നിങ്ങളെ വിഷയം ബേസ്ഡ് ആയിട്ടാണ് ചെയ്യണത്. അതാണ് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾ ദൈവത്തെ നോക്കിയല്ല ചെയ്യണത്. ഭർത്താവിന് മദ്യപാനം മാറുന്നുണ്ടോ എന്ന് അയാളുടെ മോന്തകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 1000 തവണ അയാളുടെ മോന്തകൾ നോക്കണം, ഒരു തവണ ദൈവത്തിൻ്റെ മുഖത്തിട്ടൊക്കെ നോക്ക്. അതാണ് ഈ വന്നിരിക്കുന്ന വിഷയത്തെ നിങ്ങൾ നോക്കണം, വ്യക്തിയെ അല്ല നോക്കണത്. വ്യക്തി ഇവിടെ ദൈവം മാത്രമേ ഉള്ളൂ. ദൈവത്തെ നോക്കണം. അപ്പോൾ ദൈവത്തെ നോക്കി ഉടമ്പടി ചെയ്ത് ദൈവം തീരുമാനം ഉണ്ടാകുന്നവരെ പ്രത്യാശയോടെ സന്തോഷത്തോടെ വിശുദ്ധ ജീവിതവും സാക്ഷ്യ ജീവിതവും നയിക്കുക. നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. ബാക്കിയുള്ള കാര്യം പ്രദേശം പറയുന്നതായിരിക്കും. പക്ഷേ സ്വർണം സൂക്ഷിക്കാൻ പ്രത്യേകം പറയും. നിങ്ങൾ എന്തിനാണ് ഇവിടെ സ്വർണ്ണം ഇട്ടുകൊണ്ട് വരണത്? മുഴുവൻ കള്ളന്മാരാണ്. ഇത് ആളെ കൂടുന്ന കാരണമേ പല നാട്ടിൽ നിന്നൊക്കെയാണ് കള്ളന്മാർ വന്നിരിക്കണം, വണ്ടിയെടുത്ത് വന്നിരിക്കും. അപ്പം നിങ്ങളെ ശ്രദ്ധിക്കണം. അച്ഛൻ പറഞ്ഞ കൃപാസനത്തിൽ നിങ്ങൾ സ്വർണ്ണം ഇട്ടുകൊണ്ട് വരണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്തിനാണ് അങ്ങനെ വരണത്? വീട്ടിലെ കള്ളന്മാരെ പേടിച്ചിട്ടാണ് നിങ്ങൾ വരുമ്പോൾ ഇവിടെ കള്ളന്മാർ. എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് സൂക്ഷിക്കണം മക്കളെ. ഉള്ള കാര്യം പറയുന്നത് എനിക്ക് നിങ്ങളുടെ പ്രത്യേകിച്ച് പ്രായമുള്ള അമ്മമാരുടെയൊക്കെ സ്വർണ്ണം എടുക്കുമ്പോൾ സങ്കടമായതുകൊണ്ട് അങ്ങനെ പറയണതാണ്. അവരിനി എന്ത് ചെയ്യാനാണ്? എത്ര കാലം കൊണ്ട് ഉണ്ടാക്കിയതാണൊക്കെ. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കണം മക്കളെ. നിറച്ച ഉയർത്തി പിടിക്കുക. വിശ്വാസപ്രമാണം ചൊല്ലട്ടെ. Lord Jesus Christ, pour out His Spirit, the fire of God, soak with the precious, and with the authority of the Catholic Church, the power of Jesus Christ, the miracles from the Holy Priesthood, I bless and hallow this relics, those whose name of grace and peace and power. പാപങ്ങളുടെ മോചനത്തിൽ ശരീരത്തിൻ്റെ ഉയർത്തൽ നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മക്കളെ ആശീർവദിക്കാൻ കർത്താവിൻ്റെ ആശീർവാദം തരാൻ പോവുകയാണ്. പക്ഷേ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണം. ഇപ്പോഴാണ് ഡേറ്റ് ഇടേണ്ട സമയം. ആശീർവാദ സമയത്താണ്. ഇപ്പോഴും ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും യൂട്യൂബിൽ നിങ്ങൾ ഡേറ്റ് ഇടുക. നേരത്തെ ഇട്ട ഡേറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, വീണ്ടും റീഡേറ്റ് ഇടാൻ പറ്റും. അത് തന്നെ ഇടാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ നിർണായകമായ ദിവസമാണ് ഡേറ്റ് എന്ന് പറയണത്. ചിലപ്പോൾ നിങ്ങൾ ആശുപത്രി പരിശോധനയ്ക്ക് പോയി ഡേറ്റ് ആകാം, അല്ലെങ്കിൽ സ്ഥലം അളവിൻ്റെ ഡേറ്റ് ആകാം, വീട് വെക്കണ ഡേറ്റ് ആകാം, കയറി താമസിക്കുന്ന ഡേറ്റ് ആകാം. ഇപ്പോൾ ഡേറ്റ് ഒന്നും ആയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഡേറ്റ് ഇട്ടേക്കുക. പൂർത്തിയായിട്ടില്ലെങ്കിലും പൂർത്തിയായെന്ന് പറയണതാണ് വിശ്വാസം, ഇല്ലേ? ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ എൻ്റെ മക്കൾ ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് ഡേറ്റ് ഇടുക. നിൻ്റെ മകളുടെ കല്യാണം ഡേറ്റ് ഇടുക. നിൻ്റെ ഉദ്യോഗം ഇൻ്റർവ്യൂ ഡേറ്റ് ഇടുക. സമയത്തിൻ്റെ അമ്മ, സമയത്തിൻ്റെ അധികാരമുള്ള ദൈവത്തിൽ നിന്ന് മധ്യസ്ഥം വഴി നിൻ്റെ സമയം അനുകൂലമാക്കി തരും. നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ, കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. ഇതാ ഈശോ നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. ഉടമ്പടി നേർച്ച വസ്തുക്കളെ ആശീർവദിക്കാൻ പ്രാർത്ഥിക്കട്ടെ. ഈശോയെ ആരാധന, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അതിശക്തമായി സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, കർത്താവേ, ഞങ്ങളുടെ ഉടമ്പടിയിൽ സമരനിയോഗങ്ങൾ വീണ്ടും വീണ്ടും അങ്ങയുടെ തിരുസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗദുരിതങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഡേറ്റിട്ട് പ്രാർത്ഥിച്ച നിയോഗങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ വീണ്ടും സമർപ്പിക്കുന്നു. കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമ്മളെയും നമ്മുടെ കുടുംബങ്ങൾ